ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസ് ഒക്കെ തീർന്നതാണ്. ഇനി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ PYQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് PYQൻ്റെ ഫസ്റ്റ് സെഷനാണ്. നമ്മൾ 2 സെഷനായിട്ടായിരിക്കും PYQ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 24 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറി സെയിം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് PYQയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് തിയറിയിൽ നിന്ന് വന്നിട്ടുള്ള അതേ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതില്ലല്ലോ എന്നോർത്തിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾ ആ തിയറി കണ്ടിട്ട് പഠിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് തിയറി ആൻഡ് തിയറിസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ? ഒരു കാര്യം കണ്ടിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. അതായത് ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നത് ഏത് തിയറിയുടെ ഭാഗമാണ്, അത് ഏത് തിയറിസ്റ്റ് ആണെന്നും കൂടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒബ്സർവേഷൻ എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബണ്ടൂര ആയിരിക്കും. ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് തിയറിസ്റ്റാണ് ലേണിംഗ് ത്രൂ ഒബ്സർവേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ബണ്ടൂര. അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരു കാര്യം പഠിക്കുന്നതിനെയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുക. അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? ബണ്ടൂരയാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. സോ നമ്മൾ ആ കീവേഡ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. പിക് റാറ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. ഓക്കെ, പിക് റാറ്റ് മോഡൽ ഓഫ് ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഫോർ ടീച്ചർ പ്രിപ്പറേഷൻ ഓഫ് ക്ലാസ് ടീച്ചിങ്. പിക് സ്റ്റാൻഡ്സ് ഫോർ, പിക്ക് എന്തിനെയാണ്, പിക്ക് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാസീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. അതായത് ഒരു ടെക്നോളജി ഉപയോഗിച്ച് ടീച്ചർ പഠിപ്പിക്കുമ്പം പിക്ക് റാറ്റ് മോഡലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പിക്ക് എന്നുള്ളത് നോക്കാം. ആദ്യം പി എന്ന് പറയുന്നത് പാസീവ്, അതായത് ടെക്നോളജി പാസീവായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഐ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇൻ്ററാക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാം. ഇനി സി എന്താണ്? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ടെക്നോളജി ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പി എന്ന് പറയുമ്പോൾ ടെക്നോളജി അവിടെ പാസീവാണ്. ഐ എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവാണ്. അപ്പോൾ ഇവിടെ പിക്ക് എന്ന് പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ പി എന്ന് പറയുന്നത് പാസീവ്, ഐ എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് ആൻഡ് സി എന്ന് പറയുന്നത് ക്രിയേറ്റീവ്. ഓക്കെ, ഇനി പിക്ക് റാറ്റ് മോഡലിൻ്റെ ഒരു ജസ്റ്റ് കുറച്ച് ഡെഫിനിഷനും കുറച്ച് കാര്യങ്ങൾ പറയാം. പിക്ക് റാറ്റ് ഈസ് റീസെൻ്റ്ലി ഡെവലപ്ഡ് ടെക്നോളജി ഇൻ്റഗ്രേഷൻ മോഡൽ വിച്ച് അസ്യൂംസ് 2 ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് എ ടീച്ചർ മസ്റ്റ് ആസ്ക് അബൌട്ട് എനി ടെക്നോളജി യൂസ് ഇൻ ക്ലാസ് റൂം സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ടു ദി ടെക്നോളജി. ഇവിടെ കുട്ടിയും ടീച്ചറും ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ആകുന്നത്? അതായത് കുട്ടി പാസീവ് ആവാം, കുട്ടി ഇൻ്ററാക്റ്റീവ് ആവാം, കുട്ടി ക്രിയേറ്റീവ് ആവാം. അതാണ് PIC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ PICയിലെ പി എന്താണ്? പി എന്ന് പറയുന്നത് കുട്ടി പാസീവ് ആവാം. ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി പാസീവ് ആവാം. ഐ എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് ആവാം. സി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആവാം. ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി റാറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? റീപ്ലേസ്, ആംപ്ലിഫൈ, ട്രാൻസ്ഫോം. ഓക്കെ, ഇനി ടീച്ചർ എങ്ങനെയാണ് ആ ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചറിനെ റീപ്ലേസ് ചെയ്യാം, അതാണ് ആറ് ഉദ്ദേശിക്കുന്നത്. ഇനി ടീച്ചിങ്ങിനെ ആംപ്ലിഫൈ ചെയ്യാം. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചിട്ട് ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാം, അല്ലേ? ടീച്ചറിൻ്റെ ടീച്ചിങ്ങിനെ കുറച്ചും കൂടെ എന്താണ് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കാം. അതാണ് ആംപ്ലിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടി എന്താണ്? ട്രാൻസ്ഫോം. ആ ടീച്ചിങ്ങിനെ ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ടെക്നോളജിക്ക് പറ്റും. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിലും ടീച്ചറിൻ്റെ കേസിലും ടെക്നോളജി ഇമ്പാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക? പിക്ക്, അല്ലേ? പാസീവ് ആവാം സ്റ്റുഡൻറ്റ്, ഇൻ്ററാക്റ്റീവ് ആവാം, ക്രിയേറ്റീവ് ആവാം. ഇനി ടീച്ചറെ എങ്ങനെയൊക്കെ ബാധിക്കാം? ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് ടീച്ചറിനെ റീപ്ലേസ് ചെയ്യാം, ടീച്ചറിൻ്റെ ടീച്ചിങ്ങിനെ ആംപ്ലിഫൈ ചെയ്യാം, ടീച്ചറിൻ്റെ ടീച്ചിങ്ങിനെ ട്രാൻസ്ഫോം ചെയ്യാം. ഇതാണ് പിക്ക് റാറ്റ് മോഡൽ എന്ന് പറയുന്നത്. അതായത് ടെക്നോളജി നമ്മൾ ടീച്ചിങ്ങിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ടീച്ചറിനെ എങ്ങനെ ബാധിക്കും, കുട്ടികളെ എങ്ങനെ ബാധിക്കും? കുട്ടികളെ എങ്ങനെ ബാധിക്കും? പിക്ക്, പാസീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. ഇനി ടീച്ചറിനെ എങ്ങനെ ബാധിക്കും? റാറ്റ്, റീപ്ലേസ്, ആംപ്ലിഫൈ, ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിച്ച തിയറിയിൽ ഇല്ലാത്തത് കാരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിക്ക് റാറ്റ് മോഡൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
In which of the following methods of teaching the student has to find out the answer to his or her own problem by unaided effort? അതായത് കുട്ടി ഏത് തരം ടീച്ചിങ്ങിലാണ് കുട്ടികൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടത്? അതായത് ഒരു തരത്തിലുള്ള സഹായവും ഇല്ലാതെ കുട്ടികൾ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് കണ്ടെത്തേണ്ടതെന്നാണ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതൊരിക്കലും ആവില്ല. നമ്മുടെ ആൻസർ ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ്. ഓക്കെ, ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ കുട്ടി തന്നെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്, മറ്റാരുടെ സഹായമില്ലാതെ, ടീച്ചറിൻ്റെ ഒന്നും സഹായമില്ലാതെ, അതായത് സ്കഫോൾഡിംഗ് ഒന്നും ഇല്ലാതെ കുട്ടി തന്നെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അഥവാ ലേൺ ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്താണ്? ഒരു കേസിനെ പറ്റി പഠിക്കുകയാണ്, അത് ടീച്ചർ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ അത് കുട്ടി ചെയ്യുന്നതല്ല. ഇനി എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ആദ്യം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ അവിടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതല്ല. സോ അതും എന്തല്ല, നമുക്ക് ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്തുന്നതല്ല. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്താണ്? ടീച്ചർ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ടീച്ചർ എയ്ഡ് ഇല്ല. അവിടെ ടീച്ചറിൻ്റെ എയ്ഡ് ഇല്ലാതെ പഠിക്കുന്നത് എവിടെയാണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കീവേഡും കൂടെ ഓർത്തിരിക്കുക. Heuristic method is a problem solving technique that uses practical experience and knowledge to quickly find a solution. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും നോളജും ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൂൾസ് ഓഫ് തം എന്നും അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ റൂൾസ് ഓഫ് തം എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ അതായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അല്ലേ? ഈ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന ടേമിന് പകരം റൂൾസ് ഓഫ് തം എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ മറ്റ് പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോൺസെപ്റ്റും അതിൻ്റെ പ്രൊപ്പോണൻസുമാണ്. ഇൻ്റഗ്രൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരബിന്ദോ ഘോഷുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ബേസിക് എഡ്യൂക്കേഷൻ മഹാത്മാഗാന്ധിയാണ്. പിന്നെ എഡ്യൂക്കേഷൻ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ മൈൻഡ് ജെ കൃഷ്ണമൂർത്തിയാണ്. സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി മറിയ മോണ്ടിസോറിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും? A3 B1 C4 D2. സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി മറിയ മോണ്ടിസോറി. ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ അരബിന്ദോ. എഡ്യൂക്കേഷൻ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ മൈൻഡ് കൃഷ്ണമൂർത്തി. ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർധ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നായത്ത് അലിയും ആരുടെയാണ്? മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകൾ പ്രൊപ്പോണൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ വിച്ച് ഓഫ് ദി ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് സ്റ്റുഡൻസ് ആർ ഫസ്റ്റ് പ്രസൻറ്റഡ് വിത്ത് ചലഞ്ചസ്? ഇതിനകത്ത് ഏത് തരം ലേണർ സെൻറ്റേർഡ് മെത്തേഡിലാണ് കുട്ടികൾക്ക് ആദ്യം തന്നെ ഒരു ചലഞ്ച് അങ്ങ് കൊടുക്കുന്നത്? ഏത് തരം മെത്തേഡിലാണെന്നാണ്? ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡക്റ്റീവ് ടീച്ചിങ് അപ്പോൾ എന്ത് തരം മെത്തേഡാണെന്നും കൂടെ മനസ്സിലാക്കുക. ലേണർ സെൻറ്റേർഡ് മെത്തേഡും കൂടെയാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യണത്? ആദ്യം തന്നെ കുട്ടിക്കൊരു ചലഞ്ച് അങ്ങ് കൊടുക്കും അല്ലേ? എന്നിട്ട് കുട്ടി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാണ്. ശരിക്കും ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡൊക്കെ ആണ് അപ്ലൈ ചെയ്യുന്നത് ഈ ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ. അപ്പോൾ ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡാണ് വെയർ സ്റ്റുഡൻസ് ആർ ഫസ്റ്റ് പ്രസൻറ്റഡ് വിത്ത് ചലഞ്ചസ്. കുട്ടികൾക്ക് ആദ്യം തന്നെ ഒരു ചലഞ്ച് അങ്ങ് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ലേണിംഗ് നടക്കുന്നത്. എന്നിട്ട് അവർ ആ ചലഞ്ചിനെ സോൾവ് ചെയ്യാൻ നോക്കുകയും അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർ ആ കാര്യം പഠിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള പഠനത്തിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, Inductive teaching is a student-centered approach that encourages students to discover knowledge through observation, reasoning and experience. എങ്ങനെയാണ് കുട്ടികളത് പഠിക്കുന്നത്? ഒബ്സർവേഷനിലൂടെ, റീസണിങ്ങിലൂടെ, എക്സ്പീരിയൻസിലൂടെ. ഇറ്റ് ഈസ് ഓഫൺ യൂസ് ടു ടീച്ച് ന്യൂ കോൺസെപ്റ്റ് ഓർ ലാംഗ്വേജസ്. പുതിയ കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ, പുതിയ ലാംഗ്വേജ് പഠിപ്പിക്കാനൊക്കെയാണ് ഈ മെത്തേഡ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡാണ്. പുതിയ ഭാഷ പഠിപ്പിക്കുക, പുതിയ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇൻഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് 6th ക്വസ്റ്റ്യൻ നോക്കാം. A child has learned many things in his or her way with younger siblings by using physical intimidation. If he or she uses the same tactics on peer, this indicates. അതായത് ചെറിയ കുട്ടികളിൽ നിന്ന്, ചെറിയ യങ്ങർ സിബ്ലിങ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ കുട്ടി ഇതേ ടാക്റ്റിക്ക് തന്നെ അയാളുടെ സമപ്രായക്കാരിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഞാനിപ്പം എന്നെക്കാളും ഇളയ എൻ്റെ അനിയനോ അനിയത്തിയോ ഒക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ട് ആ പഠിച്ച സംഭവം അതേപോലെ തന്നെ ഞാൻ എൻ്റെ
സെയിം ഏജ് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെന്താണ് വിളിക്കാന്നാണ്? അസിമിലേഷൻ. നമ്മൾ അസിമിലേഷൻ അക്കമഡേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്കമഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് അക്കമഡേഷൻ. അസിമിലേഷൻ എന്താണ്? ഞാൻ എന്താണോ പഠിച്ചത് അത് അതേപോലെ തന്നെ ചെയ്യുന്നതാണ് അസിമിലേഷൻ. അപ്പോൾ ഇവിടെ ആ സെയിം ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ചേഞ്ച് വരുത്തുന്നില്ല. ചേഞ്ച് വരുത്തുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? അസിമിലേഷൻ. ഇനി നമ്മൾ പഠിച്ച കാര്യത്തിന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ പിയറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലോ അത് അക്കോമഡേഷൻ ആവും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ അതൊന്ന് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസിമിലേഷനും അക്കോമഡേഷനും തമ്മിൽ ഇത്ര വ്യത്യാസമുള്ളൂ. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ പുതിയ നോളേജ് നമ്മൾ പഠിക്കുന്നത് ചേഞ്ച് വരുത്താതെ പഴയ നോളേജിലേക്ക് കണക്ട് ചെയ്യുക. അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്ന പുതിയ നോളേജ് പഴയ നോളജിനെ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിം ടാക്ടിക്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അതെന്തായിരിക്കും? അസിമിലേഷൻ ആയിരിക്കും. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാം. When a teacher presents the most general ideas of the discipline first, followed by a gradual increase in details and specificity, it is known as. അതായത് ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ട് പിന്നെ കുറച്ചും കൂടെ സ്പെസിഫിക്കിലേക്ക് പോയി എന്നാണ്. അപ്പം തന്നെ ജനറൽ ടു സ്പെസിഫിക്, ജനറൽ ടു പെർട്ടിക്കുലർ എന്ത് തരമാണത്? പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. ഇൻഡക്റ്റീവ് അല്ല. ഇൻഡക്റ്റീവ് എന്താണ്? പെർട്ടിക്കുലർ ടു ജനറൽ ആണ് അല്ലേ? പെർട്ടിക്കുലർ ടു ജനറൽ ആണ് എന്ത്? ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡക്റ്റീവ് എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ. ഡിഡക്റ്റീവ് ആണ് ജനറൽ ടു പെർട്ടിക്കുലർ. മാറിപ്പോവരുത്. DGP എന്നുള്ള കോഡ് ആലോചിച്ചാൽ മതി. ഡിഡക്റ്റീവ് ഈസ് ജനറൽ ടു പെർട്ടിക്കുലർ. ഇവിടെ ഇൻഡക്റ്റീവിന് പകരം ഡിഡക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാമായിരുന്നു. കാരണം ജനറൽ ഐഡിയയിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലറിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഡിഡക്റ്റീവാണ്. അപ്പോൾ ഡിഡക്റ്റീവിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്? പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലോ, സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്കാണ് പോകുന്നതെങ്കിലോ ഇൻഡക്റ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, ഇപ്പോൾ DGP എന്നുള്ള കോഡ് ആലോചിക്കുക. ഡിഡക്റ്റീവ് ഈസ് ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക്. ഇൻഡക്റ്റീവോ പെർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, മാറിപ്പോകരുത്. അപ്പോൾ ഇത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആണ്. 8th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്? ഇവിടെ പ്രത്യേകം ഒരു വേർഡ് നോട്ട് ചെയ്യുക. സോഷ്യൽ. സോഷ്യൽ. ഇവിടെ നോക്കിയേ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ. ഒരാളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണോ? അല്ല, അതൊരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തു. ഗ്രൂപ്പ് ലോയൽറ്റി ഒരു സോഷ്യൽ ആക്ടിവിറ്റി അല്ലേ? അത് അഡോളസെൻസിൽ ഉണ്ടാവുന്നതല്ലേ ഗ്രൂപ്പ് ലോയൽറ്റി? അതെ അല്ലേ? നമ്മൾ ഈ ഗ്യാങ് ഒക്കെ ഫോം ചെയ്യുന്നു അല്ലേ? ആ ഗ്രൂപ്പിനോട് നമ്മൾ ലോയൽ ആവുക, നമ്മുടെ ഗ്യാങ്ങിൽ നമ്മൾ ഭയങ്കര ലോയൽ ആയിരിക്കുക, ഇതൊക്കെ അഡോളസെൻസിൽ ഉണ്ടാവുന്നതല്ലേ? അപ്പോൾ B നമുക്ക് പറയാം. ഡെവലപ്മെൻറ്റ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിനും എന്ത് വേണം? സോഷ്യലാണ് അല്ലേ? അത് ഒരാൾ മാത്രം ഉള്ളതല്ല. സോ B നമുക്ക് പറയാം. C നമുക്ക് പറയാം. ഇനി അവിടെ ഡിയും ഇയുമാണ്. EF എന്നാണ് കൊടുത്തേക്കുന്നത്. ഡിയും ഇയുമാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മെമ്മറി. മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അല്ലേ? സോഷ്യൽ അല്ല. ഇൻക്രീസ് ഇൻ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, അതും ഒരു സോഷ്യലാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരിക? ഗ്രൂപ്പ് ലോയൽറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് ലീഡർഷിപ്പ്, ഇൻക്രീസ് ഇൻ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ലോയൽറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് ലീഡർഷിപ്പ്, ഇൻക്രീസ് ഇൻ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ABC കഴിഞ്ഞിട്ട് DE ആണ് വരേണ്ടത്. അതിൽ കോഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻസർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഗ്രൂപ്പ് ലോയൽറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് ലീഡർഷിപ്പ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ബാക്കി രണ്ടും എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഒത്തൻറ്റിക് അസസ്മെൻറ്റ്? അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഒത്തൻറ്റിക് അസസ്മെൻറ്റ് എന്ന് നോക്കാം. Authentic assessment requires learner to apply their knowledge and skills in a real world context. അതായത് ഒരു കുട്ടി അതിൻ്റെ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ നോളേജും സ്കില്ലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടീനെ അസസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആയിരിക്കും. അതായത് എക്സാം എഴുതിപ്പിക്കുന്ന ഒരിക്കലും ഒരു ഒത്തൻറ്റിക് അസസ്മെൻ്റ് അല്ല. കാരണം ഞാനൊരു കാര്യം പഠിച്ചു, ഞാനത് കാണാതെ പഠിച്ചിട്ട് പേപ്പറിലേക്ക് എഴുതുകയാണ്, അതൊരു ഒതൻറ്റിക് അസസ്മെൻ്റ് അല്ല. അതേസമയം ഞാൻ പഠിച്ച ഒരു കാര്യം എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അതിനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഇപ്പം ഞാനത് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ടീച്ചറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? എന്നെ അസസ് ചെയ്യുമ്പോൾ അതൊരു ഒതൻറ്റിക് അസസ്മെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ പഠിച്ച കാര്യത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ പഠിച്ച കാര്യങ്ങളെ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെ
അങ്ങനെ ചെയ്യുമ്പോൾ അവരെ പറ്റി, അതായത് ഈ അപ്ലൈ ചെയ്യുന്ന കുട്ടിയെ പറ്റിയിട്ട് അസസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഒത്തൻറ്റിക് അസസ്മെൻറ്റ്. അതാണ് ശരിക്കും ഒരു കുട്ടിയുടെ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ കുട്ടി സക്സസ്ഫുൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ആ കുട്ടി അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിന് ഒത്തൻറ്റിക് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. It measures what students know by demonstrating how they can apply their knowledge. അവരുടെ നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളവിടെ അസസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് ഡിസൈൻ ടു മെഷർ സ്റ്റുഡൻസ് എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി. അതായത് ഇങ്ങനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അസസ് ചെയ്യുന്നത്? ആ കുട്ടിക്ക് എത്രത്തോളം ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ ആ കുട്ടിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നത് ഏതിലൂടെ ആയിരിക്കും? ഒത്തൻറ്റിക് അസസ്മെൻറ്റിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഒത്തൻറ്റിക് അസസ്മെൻറ്റ്? ഒരു കുട്ടിക്ക് ഗ്രേഡ് കൊടുക്കുന്നത് ഒരിക്കലും എന്തല്ല, ഒത്തൻറ്റിക് അസസ്മെൻ്റ് അല്ല. സ്റ്റുഡൻറ്റ് സെൽഫ് അസസ്മെൻറ്റ്, ഒരു കുട്ടിയെ തന്നെ അസസ് ചെയ്യുന്നതും എന്താണ്? ഒത്തൻറ്റിക് അല്ല. പിന്നെ ഏതാണ്? പോർട്ട്ഫോളിയോ എക്സിബിഷൻ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് കാർഡ് പോലെയാണ്. നമ്മുടെ നോർമൽ പ്രോഗ്രസ് കാർഡ് അല്ല, പക്ഷേ ഒരു കുട്ടിയുടെ എല്ലാ മേഖലകളും, അതായത് കുട്ടി സ്പോർട്സിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ആർട്സിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റിയിൽ കുട്ടിക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഒതൻറ്റിക് അസസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സിബിഷൻ, ഒരു കുട്ടി എക്സിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതും എന്താണ്? അത് വെച്ചിട്ട് കുട്ടീനെ അസസ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഒതൻറ്റിക് അസസ്മെൻ്റ് ആണ്. അല്ലാതെ ഗ്രേഡ് കൊടുക്കുക, എക്സാം നടത്തുക, ഇതൊന്നും എന്തല്ല? ഒതൻറ്റിക് അസസ്മെൻ്റ് അല്ല. അപ്പോൾ ഒതൻറ്റിക് അസസ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പോർട്ട്ഫോളിയോസും എക്സിബിഷൻസും ആണ്. ദാറ്റ് ഈസ് സി ആൻഡ് ഡി. ഒരു കുട്ടീനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയാണ് പറയുന്ന ഒതൻറ്റിക് അസസ്മെൻ്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് സ്റ്റുഡൻസ് ബി നീദർ ബോർഡ് ബൈ വർക്ക് ദാറ്റ് ഇസ് ടു സിമ്പിൾ നോർ ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ടീച്ചിങ് ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു കുട്ടിക്ക് ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് നേരത്തെ തീർന്നിട്ട് പിന്നെ ആ കുട്ടി വെറുതെ ഇരിക്കുന്ന അത്രയും സിമ്പിളായിട്ടുള്ള വർക്ക് കൊടുക്കരുത്. അതുമാത്രമല്ല, ആ കുട്ടിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ളതും കൊടുക്കരുത്. അതിനെന്താ വിളിക്കുക എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, പ്രോബ്ലം ഓഫ് ദി മാച്ച്. ആ കുട്ടിക്ക് മാച്ചിങ് ആയിട്ടുള്ള, അതായത് LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇൻ്റഗ്രേഷൻ, മാത്സിൽ ഇൻ്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇനി +2 പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ആൽഫബറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടി അല്ലേ ഒരു മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് പിന്നെ വെറുതെ ഇരിക്കും. അപ്പോൾ പ്രോബ്ലം ഓഫ് ദി മാച്ച്, ഓരോരുത്തർക്കും മാച്ച് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി, സീരിയേഷൻ, റിവേഴ്സ് തിങ്കിങ് എന്താണെന്ന് നോക്കാം. സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി റെഫേഴ്സ് ടു ദി അഡാപ്റ്റീവ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ അറ്റ് സിനാപ്സ് റിസൾട്ടിങ് ഇൻ ദി സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് സിനാപ്റ്റിക് കണക്ഷൻ. അതായത് നമ്മുടെ സിനാപ്സ്, നമ്മുടെ നെർവുകളിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സിനാപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഫയറിൽ നമ്മുടെ കൈ തൊട്ട് കഴിയുമ്പോൾ ആ നമ്മുടെ ഫിംഗർ ടിപ്പിലുള്ള സിനാപ്സിൽ നിന്ന് അടുത്ത സിനാപ്സിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത് ബ്രെയിൻ വരെ എത്തും. അപ്പോൾ തന്നെ നമ്മൾ കൈ വലിക്കും, അല്ലേ? ഇത് വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് സീരിയേഷൻ? സീരിയേഷൻ ഈസ് ദി ആക്ട് ഓഫ് അറേഞ്ചിങ് തിങ്സ് ഇൻ ഓർഡർ ഓർ സീക്വൻസ്. ഒരു കാര്യത്തിന് ഓർഡറിലോ സീക്വൻസിലോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അറേഞ്ചിങ് ഒബ്ജക്ട്സ് ബൈ സൈസ്. ഒബ്ജക്റ്റുകളെ സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സീരിയേഷൻ എന്ന് പറയാം. ഇനി എന്താണ് റിവേഴ്സ് തിങ്കിങ്? റിവേഴ്സ് തിങ്കിങ് ഈസ് എ പ്രോബ്ലം സോൾവിങ് ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് സ്റ്റാർട്ടിങ് വിത്ത് ദ ഡിസയേർഡ് ഔട്ട്കം ആൻഡ് വർക്കിംഗ് ബാക്ക്വേർഡ്സ്. അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുക, അല്ലേ? നമ്മൾ പറയുക ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കി എന്ന് പറയില്ലേ? അങ്ങനെ തിരിച്ച് ചിന്തിക്കുക. നമുക്കൊരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രോബ്ലത്തിന് അപ്സൈഡ് ഡൗൺ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം നോക്കി, ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രോബ്ലം ഓഫ് ദി മാച്ച് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the context of special needs education, identify the ICT tools from the following. ഇതിനകത്ത് ഏതൊക്കെയാണ് ICT ടൂൾ എന്ന് പറയുന്നത്? ബ്രെയിൽ സ്ക്രിപ്റ്റ്, അല്ലേ? കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്ലാഷ് ഡിസ്കുകൾ എന്ന് പറയുന്നത് നോർമലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഹെഡ് ബാൻഡുകൾ നമ്മുടെ കൈകളുടെ കൺട്രോൾ ഇല്ലാത്തവർക്കാണ് ഈ ഹെഡ് ബാൻഡ് യൂസ് ചെയ്യുക. ടെക്സ്റ്റ് മാഗ്നിഫയർ, കാഴ്ച കുറവുള്ളവർക്ക് ടെക്സ്റ്റ് ഒന്നും കൂടെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി കാണിച്ചു കൊടുക്കും.
അപ്പോൾ ഇവിടെ സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്രെയിൽ സ്ക്രിപ്റ്റ് അല്ലേ, രണ്ടാമത്തെ എന്താണ്? ഹെഡ് ബാൻഡ്. ഈ കൈയുടെ കൺട്രോള് പ്രോപ്പർ അല്ലാത്ത ആളുകൾ ഹെഡ് ബാൻഡ് ഉപയോഗിക്കും, അതാണ് ഹെഡ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് മാഗ്നിഫയർ, കാഴ്ച കുറവുള്ളവർക്ക് ടെക്സ്റ്റുകളെ ഒന്നും കൂടെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി എൻലാർജ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. ഫ്ലാഷ് ഡിസ്കും പോപ്പുലറ്റും ഒക്കെ നോർമലി ഉപയോഗിക്കുന്ന ICT ടൂളുകളാണ്. അത് നമുക്ക് സ്പെഷ്യൽ നീഡ് എന്ന് പറയാൻ പറ്റില്ല, അംഗപരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ICT ടൂളുകളിൽ പെടുന്നതല്ല. ഓക്കെ, അപ്പോൾ അംഗപരിമിതി ഉള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ICT ടൂളുകൾ ഇതിനത് ഏതൊക്കെയാണ്? ബ്രെയിൽ, ഹെഡ് ബാൻഡ്, ടെക്സ്റ്റ് മാഗ്നിഫയർ. ഇവിടെ ഫ്ലാഷ് ഡിസ്ക് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഫ്ലാഷ് ഡിസ്ക് ആർ യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓഫ് ദെയർ ഹാൻഡ്സ്. ഫ്ലാഷ് ഡിസ്ക് അല്ല കേട്ടോ, അത് ഹെഡ് ബാൻഡ് ആണ്. ഓക്കെ, ഹെഡ് ബാൻഡ് ആണ്, ഫ്ലാഷ് ഡിസ്ക് അല്ല. ഓക്കെ, 12th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹയർ ഓർഡർ നോളജ് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ വെൽ ആൻഡ് ക്വിക്ക്ലി വൺ സ്റ്റുഡൻസ് ലേൺ മെറ്റീരിയൽ? അതായത് കുട്ടികൾ പഠിക്കുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുക, അതെന്തായിരിക്കും? മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്? തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ്, ഒരാളുടെ ചിന്തയെ പറ്റിയിട്ടുള്ള പഠനമാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഹൈ ഓർഡർ നോളജ് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ വെൽ ആൻഡ് ക്വിക്ക്ലി വൺ സ്റ്റുഡൻസ് ലേൺ മെറ്റീരിയൽ. നമ്മുടെ സ്റ്റുഡൻസ് എത്രത്തോളം ക്വിക്കായിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നതിനെ പറ്റി പഠിക്കുന്നത് എന്താണ്? മെറ്റാകോഗ്നിഷൻ. തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ് മെറ്റാകോഗ്നിഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മെറ്റാകോഗ്നിഷൻ. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 12 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി 12 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ടീച്ചിങ് വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.